പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായി ശ്രീ ബി അബ്ദുറഹിമാൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 16ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തിയെക്കുറിച്ചും ഒക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വീണ്ടും ഇവിടെ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ ഒരേ പാർട്ടിയും ഒരേ മുന്നണിയും മാത്രമാണ് പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളും പരിമിതികളും ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മലയാളം അറിയുന്ന സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ തുടങ്ങിയത് സമീപകാലത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവികസിതമായി പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു എന്ന് ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഇപ്പോഴത്തെ MP-ക്ക് പറയാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ചെറിയ സ്ഥാപനമാണ് ഒരു പോസ്റ്റ് ഓഫീസ്. ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് പൂട്ടുക എന്നുള്ളതല്ലാതെ ഒരു പുതിയ പോസ്റ്റ് ഓഫീസ് പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും തുറന്നു എന്ന് ആ പോസ്റ്റ് ഓഫീസിനെ ചൂണ്ടി ഇപ്പോഴത്തെ MP-ക്ക് പറയാൻ സാധിക്കും. നവോദയ വിദ്യാലയം, കേന്ദ്രീയ വിദ്യാലയം, ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിന്റേത് ഈ നിയോജക മണ്ഡലത്തിന്റെ പരിധിക്കുള്ളിൽ ഇന്ന് വരെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കുന്നില്ല. അവഗണനയുടെ ബാണ്ഡം പേറി എന്നും ആ റെയിൽവേ സ്റ്റേഷൻ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോകുന്ന ആളുകൾ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം. ശബരിമല തീർത്ഥാടകർ അങ്ങോട്ട് പോകാൻ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിനിൽ നിന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ, കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാൻ, തിരുനാവായ ക്ഷേത്രത്തിലേക്ക് പോകാൻ, പൊന്നാനിയിലെ പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ആളുകൾ വണ്ടി ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം. ആ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഒരു മേൽക്കൂര ഇന്ന് വരെ പണിയാൻ ഈ MP-ക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര ട്രെയിനുകളാണ് കുറ്റിപ്പുറത്ത് നിർത്താതെ പോകുന്നത്? മലപ്പുറം ജില്ലയിൽ മാത്രം രാജധാനി എക്സ്പ്രസിന് ഒരു സ്റ്റോപ്പുണ്ട്. തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല, കുറ്റിപ്പുറത്ത് അനുവദിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് രാജധാനി എക്സ്പ്രസ് എടുത്താൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്റ്റോപ്പുണ്ട്, എല്ലാ ജില്ലകളിലും സ്റ്റോപ്പുണ്ട്. കൊല്ലത്ത് സ്റ്റോപ്പുണ്ട്, ആലപ്പുഴയിൽ സ്റ്റോപ്പുണ്ട്, എറണാകുളത്ത് സ്റ്റോപ്പുണ്ട്, തൃശ്ശൂരിൽ സ്റ്റോപ്പുണ്ട്, പാലക്കാട്ട് ഷൊർണൂരിൽ സ്റ്റോപ്പുണ്ട്. മലപ്പുറം ജില്ലയിലൂടെ പാഞ്ഞുപോയി കോഴിക്കോട്ടാണ് പിന്നെ രാജധാനി എക്സ്പ്രസ് നിർത്തുന്നത്. രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കാൻ ഈ ജില്ലയിൽ അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളുടെ MP-ക്ക്? പൊന്നാനിയിലും തവനൂരിലും മാത്രമാണല്ലോ
MP ഇറങ്ങി നടക്കുന്നത്. അതിന് കാരണം ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ഓരോ പുൽത്തകിടിനും ഓരോ മണൽത്തരിക്കും സുപരിചിതരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളുണ്ട്, MLA-മാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് MP ഇവിടെ കിടന്ന് എപ്പോഴെങ്കിലും ഒന്ന് കറങ്ങി തിരിയുന്നത്. തന്റെ വികസനത്തെ കുറിച്ച് ചോദിച്ചാൽ ബാഗിൽ നിന്ന് വലിയൊരു ചിത്രം ഇങ്ങോട്ട് എടുക്കും. ഇതാ വരാൻ പോകുന്നു. ഈ 5 കൊല്ലം എന്തായിരുന്നു പണി? ഈ ചിത്രം വരക്കലായിരുന്നോ പണി? ഈ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കലായിരുന്നോ പണി?